ഓ, പോസ്റ്റ് ഓഫീസിനടുത്തെത്തിയല്ലോ. നമുക്കൊന്ന് അകത്ത് കയറിയിട്ട് വരാം. എനിക്ക് കുറച്ച് സ്റ്റാമ്പ്സ് വാങ്ങാനുണ്ടായിരുന്നു. രാജു, ഇതാണ് പോസ്റ്റ് ഓഫീസ്. ജനങ്ങൾക്ക് കത്തുകളോ ടെലിഗ്രാമോ പാർസലോ അയക്കണമെങ്കിൽ അവർക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാം. ഇതുപോലെയുള്ള പോസ്റ്റ് ബോക്സിൽ ജനങ്ങൾ കത്തുകൾ നിക്ഷേപിക്കും. ഇവ ജനങ്ങളുടെ സൗകര്യാർത്ഥം പല സ്ഥലങ്ങളിലും ഉണ്ടാകും. കത്തുകളെല്ലാം ശേഖരിച്ച് അവ പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുവരപ്പെടുന്നു. പിന്നീട് അതാത് സ്ഥലങ്ങളിലേക്കുള്ളവ തരംതിരിച്ചു മാറ്റപ്പെടുന്നു. എന്നിട്ട് അതാത് സ്ഥലങ്ങളിലുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് അത് അയച്ചു കൊടുക്കുന്നു. അവിടെയുള്ള പോസ്റ്റ്മാൻമാർ വിലാസം നോക്കി കത്തുകൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. എനിക്ക് 5 രൂപയുടെ സ്റ്റാമ്പ് 20 എണ്ണം വേണമായിരുന്നു. ഈ സ്റ്റാമ്പ്സിന്റെ ഉപയോഗം എന്താ മമ്മി? തപാൽ വഴി ഒരു കത്ത് അയക്കണമെങ്കിൽ കവറിന്റെ പുറത്ത് അതിനാവശ്യമായ തുകയ്ക്കുള്ള സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം. ദേ, ഇതിൽ ഒട്ടിച്ചിരിക്കുന്നത് പോലെ. പോസ്റ്റ് ഓഫീസ് നമ്മുടെ കത്തുകൾ എത്തിച്ചു കൊടുക്കുന്ന സേവനത്തിന് പ്രത്യുപകാരമായിട്ടാണ് നമ്മൾ ഈ സ്റ്റാമ്പുകൾ ഒട്ടിക്കുന്നത്. കത്തുകളല്ലാതെ വേറെന്തൊക്കെയാ തപാലിലൂടെ അയക്കാൻ സാധിക്കുക? പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് പാഴ്സലുകളും അയക്കാൻ സാധിക്കും. ഓർമ്മയുണ്ടോ, കഴിഞ്ഞ പിറന്നാളിന് ഡൽഹിയിലുള്ള നിന്റെ കസിൻ ആ ടോയ് കാർ അയച്ചു തന്നത് പോസ്റ്റ് പാഴ്സൽ വഴിയല്ലേ? ഓ ശരിയാ, നല്ല ഓർമ്മയുണ്ട്. അത് നല്ല ടോയ് കാറായിരുന്നു. ആ അങ്കിൾ പാർസൽ അയക്കാൻ തോന്നുന്നല്ലോ. അതെ, കണ്ടോ, അവര് പാഴ്സല് തൂക്കി നോക്കുകയാ. സാധാരണ പാഴ്സലിന്റെ തൂക്കം കൂടിയാൽ പോസ്റ്റൽ ചാർജും അധികമായിരിക്കും. ഞാൻ എന്റെ ഡൽഹിയിലുള്ള കസിന് കത്തെഴുതി അയച്ചാൽ അത് നാളെ അവന് കിട്ടുമോ മമ്മി? ഇല്ല രാജു, സാധാരണയായി ഒരു കത്തയച്ചാൽ അത് അവർക്ക് കിട്ടാൻ 3-4 ദിവസം സമയമെടുക്കും. എങ്കിലും വളരെ അത്യാവശ്യമാണെങ്കിൽ അതിന് സ്പീഡ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു സൗകര്യമുണ്ട്. ഇതിൽ നീ അയക്കുന്ന കത്ത് അടുത്ത ദിവസം തന്നെ നിന്റെ കസിന് കിട്ടും. പക്ഷേ അതിന് കുറച്ച് കാശ് കൂടും. മണി ഓർഡർ എന്ന് വെച്ചാ എന്താ? മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്ക് പണം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സൗകര്യമാണ് മണി ഓർഡർ. ഉദാഹരണത്തിന്, ഓരോ മാസവും എന്റെ ഗ്രാമത്തിലുള്ള അങ്കിളിന് ഞാൻ 1000 രൂപയുടെ മണി ഓർഡർ അയച്ചു കൊടുക്കാറുണ്ട്. ഞാൻ ഇവിടെയുള്ള പോസ്റ്റ് ഓഫീസിൽ ആ പണം അടയ്ക്കും. മണി ഓർഡർ ഫോം പൂരിപ്പിച്ചു കൊടുക്കും. അതിൽ ചെറുതായിട്ട് എന്തെങ്കിലും വിവരം എഴുതാനുള്ള സ്ഥലവും ഉണ്ടായിരിക്കും. ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് ഇവരെത്തിച്ചു കൊടുക്കും. എന്നിട്ട് അവിടെയുള്ള പോസ്റ്റ്മാൻ എന്റെ അങ്കിളിന്റെ വീട്ടിൽ ചെന്ന് മണി ഓർഡർ അയച്ച തുകയും ഞാൻ എഴുതിയ ചെറിയ സന്ദേശവും അങ്കിളിന് കൊടുക്കും. എനിക്ക് നമ്മുടെ പോസ്റ്റ്മാൻ രാമൻകുട്ടി അങ്കിളിനെ നന്നായി അറിയാം. അങ്ങേര് എവിടെ പോയി? നിനക്കെങ്ങനെ അങ്ങേരെ അറിയാം? അറിയാം, അങ്ങേരെ എന്റെ സ്കൂൾ റിപ്പോർട്ട് കാർഡ് വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നത്. അപ്പോഴ അച്ഛന്റെ മുഖം കാണണം. രാമൻകുട്ടി കത്ത് കൊടുക്കാൻ പോയതായിരിക്കും. നമുക്ക് പോവാം. എയർപോർട്ടിൽ എത്താനുള്ള സമയമായി. ഇവ നാം പോസ്റ്റ് ഓഫീസിൽ കാണുന്ന ചില സൗകര്യങ്ങളാണ്. ഇതാണ് പോസ്റ്റ് ബോക്സ്. നമ്മുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഉടനീളം ജനങ്ങളുടെ സൗകര്യാർത്ഥം വിവിധ സ്ഥലങ്ങളിൽ പോസ്റ്റ് ബോക്സുകൾ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ജനങ്ങൾക്ക് അവയിൽ തങ്ങളുടെ കത്തുകൾ നിക്ഷേപിക്കാൻ സാധിക്കും. ഇതാണ് പോസ്റ്റേജ് സ്റ്റാമ്പ്. തപാൽ മൂലം അയക്കാനുള്ള കത്തുകളിൽ ശരിയായ വിലയ്ക്കുള്ള പോസ്റ്റേജ് സ്റ്റാമ്പുകൾ ഒട്ടിച്ചു വേണം കത്തുകൾ അയക്കുവാൻ. സാധാരണയായി കവറിന്റെ തൂക്കം അധികമുണ്ടെങ്കിൽ ഒട്ടിക്കേണ്ട സ്റ്റാമ്പിന്റെ വിലയും അധികമായിരിക്കും. ഇതാണ് മണി ഓർഡർ ഫോം. തപാൽ വഴി ആർക്കെങ്കിലും പണം അയച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ഈ മണി ഓർഡർ ഫോം പൂരിപ്പിച്ച് അയക്കണം. നാം ആർക്കാണോ പണം അയച്ചു കൊടുക്കുന്നത് ആ സ്ഥലത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് ഈ തുക എത്തിച്ചു കൊടുക്കപ്പെടും. എന്നിട്ട് അവിടെയുള്ള പോസ്റ്റ്മാൻ ആ വ്യക്തിക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതാണ്. ഇതാണ് പോസ്റ്റൽ പാർസൽ. അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ബുക്ക് ചെയ്ത് ഇതുപോലെയുള്ള പാർസൽ ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാവുന്നതാണ്. ഇതാണ് ഇൻലൻഡ് ലെറ്റർ. ഇതിനുള്ളിൽ സന്ദേശങ്ങൾ എഴുതി ശരിയായ മേൽവിലാസവും എഴുതി ഏതെങ്കിലും ഒരു പോസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കാവുന്നതാണ്. പിന്നീടത് ശരിയായ വ്യക്തിയുടെ പക്കൽ എത്തിച്ചേരുന്നതാണ്. ഇതാണ് പോസ്റ്റ് കാർഡ്. ഇത് വളരെ കുറഞ്ഞ ചെലവിൽ മറ്റുള്ളവർക്ക് സന്ദേശങ്ങൾ അയക്കാൻ വളരെ ഉപയോഗപ്രദമാണ്. ഇൻലൻഡ് ലെറ്ററിനേക്കാളും പോസ്റ്റൽ കവറിനേക്കാളും കുറഞ്ഞ വിലയിൽ ഇത് ലഭ്യമാണ്. ഇതാണ് പോസ്റ്റൽ എൻവലപ്പ്. നമ്മുടെ സന്ദേശങ്ങൾ ഈ പോസ്റ്റൽ എൻവലപ്പിൽ എഴുതുകയോ പ്രിന്റ് ചെയ്യുകയോ ചെയ്തിട്ട് പോസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ചാൽ അത് എത്തിച്ചേരേണ്ട വ്യക്തിയുടെ പക്കൽ എത്തിച്ചേരും.